ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് നൽകിയ ഗോളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് നേടിയത് മെസ്സിയോ നെയ്മറോ സുവാരസോ ആരുമല്ല, സെർജി റോബർട്ടോ എന്ന് പറഞ്ഞ സ്പാനിഷ് മിഡ്ഫീൽഡറാണ്. ആ ഒരു മത്സരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നെയ്മർ എന്ന് പറഞ്ഞൊരു താരത്തിന്റെ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കി തന്ന മത്സരമായിരുന്നു PSG എതിരെ ഉണ്ടായിരുന്ന ബാഴ്സലോണയുടെ ആ ഒരു മാച്ച് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഗോളിനെ പറ്റി സംസാരിക്കാം. ആദ്യ പാദത്തിൽ 4 ഗോളിന് പിന്നിൽ നിന്ന ബാഴ്സലോണ ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. അഗ്രിഗേറ്റ് സ്കോർ നോക്കുമ്പോൾ 5-5. കളി തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. മാച്ച് ക്ലോക്കിൽ സമയം 94 മിനിറ്റ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കളി തീരുമെന്ന ആശ്വാസത്തിൽ PSG താരങ്ങൾ നിൽക്കുന്നു. മാച്ച് ക്ലോക്കിൽ 94 മിനിറ്റ് ആകുന്ന സമയത്ത് ബാഴ്സലോണയ്ക്ക് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്നും ഒരു ഫ്രീ കിക്ക് അടിക്കുവാൻ അവസരം ലഭിക്കുന്നു. ആ ഒരു ഫ്രീ കിക്ക് അടിക്കുവാൻ വന്നത് നെയ്മർ ഡി സിൽവ സാന്റോസ് ജൂനിയർ ആയിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് മികവിനെ കുറിച്ചിട്ട്. ആ ഫ്രീ കിക്ക് വന്ന വഴി അതിനേക്കാൾ മനോഹരമാണ്. ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ടെർ സ്റ്റേഗൻ അടക്കം ഗ്രൗണ്ടിന്റെ മധ്യഭാഗം വിട്ട് ഇറങ്ങി വന്ന് കളിച്ചത് മൂലമാണ് അവർക്ക് ആ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്. ആ ഫ്രീ കിക്ക് എടുക്കുമ്പോഴും PSG ബോക്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ടെർ സ്റ്റേഗൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെയ്മർ മനോഹരമായി തൊടുത്തുവിട്ട ആ ഒരു ഫ്രീ കിക്ക് ബോക്സിന്റെ ഉള്ളിൽ നിന്നും തട്ടിത്തെറിച്ച് തിരിച്ചു വീണ്ടും നെയ്മറിന്റെ കാലിലേക്ക്. ബോക്സിന്റെ മുന്നിൽ നിന്നും എതിർ താരങ്ങളെ ഒന്ന് നോക്കി സ്വന്തം ടീംമേറ്റ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കി ഗോൾ കീപ്പറിനും ഡിഫൻഡേഴ്സിനും ഇടയിലുള്ള അനിശ്ചിതത്വത്തിന്റെ ഇടനാഴി എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തേക്ക് നെയ്മറിന്റെ കാലിൽ നിന്നും പോകുന്ന മനോഹരമായിട്ടുള്ളൊരു ക്രോസ്. ആ ക്രോസിലേക്ക് കാല് വെക്കാനായി പാഞ്ഞെടുക്കുന്ന 4ഓളം വരുന്ന ബാഴ്സലോണ താരങ്ങൾ. അതിൽ സെർജി റോബർട്ടോയുടെ കാലുകളിൽ നിന്നും ആ ഒരു മനോഹര ഗോൾ പിറക്കുന്നു. അദ്ദേഹത്തിന്റെ കാലുകളിൽ തട്ടി പന്ത് ഗോൾ പോസ്റ്റിലേക്ക്. ഗ്രൗണ്ടിൽ ആവേശത്തിന്റെ അലയിലുകൾ തീർക്കുന്നു. PSG-ക്കാർ മൗനം മൂടി നിൽക്കുന്നു. ബാഴ്സലോണ ആരാധകർ ആഹ്ലാദത്തിന്റെ കൊടുമുടി കയറുന്നു. ഇമോഷൻസിന്റെ ആ ഒരു റോളർ കോസ്റ്റർ റൈഡ് അതിന്റെ പരിപൂർണതയിൽ എത്തിയിരിക്കുന്നു. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു അത്. ദ ഗ്രേറ്റസ്റ്റ് കംബാക്ക് എവർ, ദ ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൊമെന്റ്.